അപ്പോൾ ഞാനിന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചോറിനുള്ള തീയൊക്കെ കത്തിച്ച് കൊടുത്തു. പിന്നെ ചായക്കുള്ള വെള്ളം വെച്ച് പാകത്തിലുള്ള പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് ഇവിടെ തിളയ്ക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിതാ നമ്മുടെ പൊക്കവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ള സവോളയും കറിവേപ്പിലൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് കുറച്ച് കടലമാവ്, അതുപോലെ മൈദമാവ്, പിന്നെ എരിവിനുള്ള മുളക് പൊടിയും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് മാവ് അവിടെ കുഴച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പച്ചമുളക് ഇടാത്തത് ഈ മക്കൾ എരിവിന് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അവരത് നുള്ളിപ്പറിച്ച് മാറ്റി വെക്കും കേട്ടോ. കഴിക്കില്ല, അതിൽ മുളകാണെന്നും പറഞ്ഞുകൊണ്ട് കഴിക്കില്ല കേട്ടോ. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇടയ്ക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പക്കോട നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മാവൊക്കെ സെറ്റാക്കിയപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ ഓഫാക്കി അടച്ച് വെച്ചിട്ട് അപ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരി അടുപ്പത്തിടാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അരി അടുപ്പത്തിടലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ മക്കൾക്കുള്ള ചായ ഒരു പാത്രത്തേക്ക് ചൂടാറാനായിട്ട് ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അവർക്ക് ചായ ചൂട്ടോട് കൂടി കുടിക്കുന്നത്, സ്കൂൾ വിട്ട് വരുന്ന നേരങ്ങളിൽ ചൂട്ടോട് കൂടി കുടിക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. അവർക്ക് ഇങ്ങനെ പച്ചവെള്ളം പോലെ ആയത് വേണം കേട്ടോ അപ്പോൾ കിട്ടാൻ. അപ്പോൾ ഞാൻ അവർക്ക് ആറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ച് ഞങ്ങൾക്കുള്ള ചായ അവിടെ അടച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അതാ ഞാൻ പൊക്കവട ചുടാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും മക്കൾ സ്കൂൾ വിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു രണ്ടാളും ഒരു സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ബസ് ഇറങ്ങിയപ്പോൾ ചെറിയ ആൾ ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നും പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ആളിനെയും കൂട്ടിയിട്ട് ഡീസൻ്റ് ആയിട്ട് കയറി വരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോഴേക്ക് ഇക്ക പത്തിരിപ്പാലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ വാങ്ങാനായിട്ട്. ഇക്ക വരുമ്പോൾ ഇക്കാൻ്റെ കൂടെ മൂത്ത മോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ടൗണിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ, പത്തിരിപ്പാല. അപ്പോൾ ഇക്ക പത്തിരിപ്പാലിൽ നിന്ന് വരുമ്പോൾ അവനെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഇതാ നാളെ നമ്മുടെ രാവിലത്തെ കച്ചവടത്തിനുള്ള പച്ചക്കറി വാങ്ങാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് തക്കാളിയും അതുപോലെ ഇതിന് ഉള്ളിത്തണ്ട് എന്നല്ലേ പറയുക, ഞങ്ങളിവിടെ അങ്ങനെയാണ് കേട്ടോ പറയുക. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇത് ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇനി കൂടുതലായിട്ട് ഞാൻ വീഡിയോസ് എടുക്കാൻ നിന്നാൽ നമ്മുടെ ഈ വക സാധനങ്ങളൊക്കെ നന്നാക്കലും പണികളൊക്കെ സുയിപ്പാവും കേട്ടോ. അപ്പം നമ്മുടെ ജാസ്മോൻ അതവിടെ ഇഞ്ചിയൊക്കെ നന്നാക്കി നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.